കൊച്ചി നഗരത്തിലെ റോഡുകളിൽ സീബ്ര ക്രോസിംഗ് ലൈൻ ഇല്ല എന്നുള്ളത് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പമുണ്ട്. മന്ത്രി ഇന്ന് പല പരിപാടികളിലും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കൊച്ചി നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ നേരിൽ കണ്ടു കാണുമല്ലോ. അതെ, റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്ത അത് പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും സീബ്ര ലൈൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണല്ലോ, പിന്നെ അത് നിർബന്ധമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സീബ്ര ലൈൻ വന്നില്ല എന്നുള്ളത് അന്വേഷിച്ചു. അപ്പോൾ മഴയാണ് കാരണം പറഞ്ഞു. എന്തായാലും അതിനെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിയന്തരമായി സീബ്ര ലൈൻ ഈ റോഡുകളിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമയബന്ധിതമായ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, കർക്കശ നിലപാടുമായി മുന്നോട്ട് പോകും. എന്തായാലും ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് നല്ല കാര്യമാണ്. അത്തരം കാര്യങ്ങളുമായി ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ വളരെ പോസിറ്റീവായി തന്നെ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടും. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് പ്രത്യേകിച്ച് വൈറ്റില ജംഗ്ഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഈ സീബ്ര ക്രോസിംഗ് ലൈൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് വഴിക്ക് ക്രോസ് ചെയ്യണമെന്ന് അറിയാതെ ആളുകൾ ഇങ്ങനെ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും അത് അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഏറെയായിരുന്നു. അത് സ്വാഭാവികമായും സർക്കാർ അതിന്റെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഇപ്പോൾ നടപടിയെടുത്തത്. തീർച്ചയായും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യും. അടിയന്തരമായി ഈ സീബ്ര ലൈൻ വരുത്താനും യാത്രക്കാർക്ക് കൃത്യമായൊരു ഡയറക്ഷൻ നൽകി അവരെ സുരക്ഷിതത്തോടു കൂടി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അത് ഇതിലൂടെ സാധിക്കും. എന്തുകൊണ്ട് ഇത് വൈകി എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകേണ്ട കാര്യമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് നൽകി കഴിഞ്ഞതിന് ശേഷം അതിൽ മറ്റു നിലപാടുകൾ സ്വീകരിക്കും. തീർച്ചയായും കാൽനട യാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന മറുപടി തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.